നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ്. 2025 ജൂൺ മാസത്തിലെ ഉത്തര നക്ഷത്രത്തിൻ്റെ ഫലമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെയും സാധ്യതകളെയും കുറിച്ച് മനസ്സിലാക്കാൻ ജ്യോതിഷപരമായ വിശകലനങ്ങൾ ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നുണ്ട്. 2025 ജൂൺ മാസം ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കുമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ മാസം നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ചും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അവസരങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നൽകി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഈ വിവരങ്ങൾ സഹായിക്കും. ഉത്തരം നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിലെ 12ാമത്തെ നക്ഷത്രമാണ്. ഇത് ചിങ്ങൻ രാശിയുടെ 26°40' മുതൽ കന്നിരാശിയുടെ 10° വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. ഇത് നേതൃത്വ ഗുണം, അഭിമാനം, അച്ചടക്കം എന്നിവയെ സൂചിപ്പിക്കുന്നു. നക്ഷത്രത്തിന്റെ ദേവത ഭഗാണ്. ഇത് സമൃദ്ധിയെയും ഭാഗ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഉത്തരം നക്ഷത്രക്കാർക്ക് പൊതുവെ കഠിനാധ്വാനവും ഭാഗ്യവും ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഉത്തരം ചിങ്ങൻ രാശിയുടെ ആദ്യ പാദത്തിലും കന്നിരാശിയുടെ 2, 3, 4 പാദങ്ങളിലുമായാണ് വ്യാപിച്ചിരിക്കുന്നത്. ഈ മാസത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്നതിൽ അതീവ പ്രാധാന്യമുള്ളതാണിത്. അതിനാൽ ഓരോ വ്യക്തിയുടെയും ജനരാശി അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങളും ഉണ്ടാകും. ഇതിൽ ചിങ്ങക്കൂറുകാർക്കും ഉത്തരം 1-ാം പാദം, കന്നിക്കൂറ് ഉത്തരം 2, 3, 4 പാദങ്ങൾ ബാധകമായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ്. ഇത് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വാസം, നേതൃത്വ ഗുണം, അച്ചടക്കം, ലക്ഷ്യബോധം എന്നിവ നൽകുന്നു. പുരുഷന്മാരുടെയും സ്ത്രീയുടെയും സ്വഭാവ സവിശേഷത നോക്കുമ്പോൾ പുരുഷന്മാർ, ഉത്തര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ സംതൃപ്തരും കഠിനാധ്വാനികളും ഭാഗ്യമുള്ളവരുമാണ്. ഇവർക്ക് അച്ചടക്കമുള്ള ജീവിതശൈലി ഉണ്ടായിരിക്കും. ശുചിത്വത്തിൽ ശ്രദ്ധിക്കും. തങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സ്വയം പര്യാപ്തരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമാണ്. മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടാൻ മടിക്കും. ചിലപ്പോൾ ചിന്തിക്കാതെ സംസാരിക്കുകയോ അക്ഷമ കാണിക്കുകയും ചെയ്യാം. ഇത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചേക്കാം. സാമൂഹ്യ പ്രവർത്തനങ്ങൾ താല്പര്യം ഉള്ളവരും സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരും ഒക്കെ ആയിരിക്കും. സ്ത്രീകൾ സന്തോഷവതികളും ലളിത സ്വഭാവമുള്ളവരുമായിരിക്കും. സൗഹൃദപരവും വിശാല മനസ്കരുമാണവർ. എല്ലാവർക്കും മനസ്സിൽ ഇടം നൽകുന്നവരാണ്. തെറ്റ് ചെയ്തവരോട് പോലും ക്ഷമിക്കാൻ കഴിവുള്ളവരാണിവർ. ഇതവർക്ക് ശത്രുക്കളില്ലാതെ ഒരവസ്ഥ നൽകുന്നു. ശാന്തവും സമാധാനവുമായ സ്വഭാവം ഇവർക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ശ്രദ്ധയും ശാന്തതയും നൽകാൻ സഹായിക്കും. ഗണിതത്തിലും സംഖ്യകളിലും ഇവർക്ക് നല്ല കഴിവുണ്ടാകും. വിവാഹശേഷം ഇവർക്ക് സന്തോഷകരമായ ജീവിതം ലഭിക്കും. ഭർത്താവും കുട്ടികളും സന്തോഷവും നൽകും. പൊതുവായ ഗുണങ്ങൾ നോക്കുമ്പോൾ അഭിമാനം, വിവേകം, ആത്മവിശ്വാസം, ദയ, ഔദാര്യം, ഉത്തരവാദിത്ത ബോധം എന്നിവ ഇവരുടെ പ്രധാന ഗുണങ്ങളാണ്. പൊതുവായ ദോഷങ്ങൾ നോക്കുമ്പോൾ അഹങ്കാരം, വിമർശനാത്മകത, നന്ദിയില്ലായ്മ, ചിലപ്പോൾ അക്ഷമ എന്നിവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ജൂൺ മാസത്തിലെ പ്രധാന ഗ്രഹസ്ഥിതിയും ജ്യോതിഷ സംഭവങ്ങളും നോക്കുമ്പോൾ സൂര്യൻ ഇടവൻ മിഥുനൻ രാശികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. മെയ് 20 മിഥുനത്തിൽ രാശിയിൽ പ്രവേശിച്ച് ജൂൺ 20 വരെ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രൻ 10, 11 തീയതികളിൽ വെളുത്തവാവും ജൂൺ 25 കറുത്തവാവും ഭവിക്കുന്നുണ്ട്. വ്യാഴം മെയ് 29 മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ജൂൺ 9 കർക്കിടകത്തിൽ പ്രവേശിക്കും. ഇതൊരു വർഷത്തോളം കർക്കിടകത്തിൽ തുടരും. വ്യാഴം പതിവിലും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനി മെയ് 24 മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ജൂൺ 15 മേടൻ രാശിയിൽ തുടരും. രാഹു കുംഭൻ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിലാണ്. മെയ് 18 മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറിയിട്ടുണ്ട്. കേതു ചിങ്ങൻ രാശിയിൽ ഉത്തര നക്ഷത്രത്തിലാണ്. മെയ് 18 കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹസ്ഥിതിയാണ്. കാരണം കേതു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ ജൂൺ 6 സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും. ജൂൺ 8 വരെ ബുധന് മൗഢ്യമാണ്. ജൂൺ 22 കർക്കിടകത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ശുക്രൻ ജൂൺ 6 ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നു. ചൊവ്വ ജൂൺ 7 കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും ജൂൺ 17 കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കേതു സ്വന്തം നക്ഷത്രമായ ഉത്തരത്തിൽ സഞ്ചരിക്കുന്നത് വ്യാഴം ജൂൺ ആദ്യവാരം കർക്കിടകൻ രാശിയിൽ മാറുന്നതും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സങ്കീർണമായ സ്വാധീനം ചെലുത്തും. കേതുവിൻ്റെ സ്വാധീനം ദീർഘകാല നിക്ഷേപങ്ങൾക്കും സുരക്ഷിതമായ ഭാവിക്കുമുള്ള അടിത്തറ പാകാൻ സഹായിക്കും. അല്ലാതെ ഹ്രസ്വകാല ലാഭങ്ങളില്ല. അതേസമയം വ്യാഴത്തിൻ്റെ മാറ്റം സാമ്പത്തിക നേട്ടങ്ങൾക്കും അവസരങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. 2 ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരുമിച്ച് വരുമ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അത് ക്ഷമയോടെ ദീർഘകാല കാഴ്ചപ്പാടോടെ സമീപിക്കുമ്പോൾ മാത്രമേ ഏറ്റവും മികച്ച ഫലം നൽകൂ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള സുവർണ അവസരങ്ങൾ ഈ മാസം ലഭിക്കുമെങ്കിലും ശ്രദ്ധാപൂർവമായ ആസൂത്രണവും കൃത്യമായ നിർവഹണവും ആവശ്യമാണ്. ജൂൺ മധ്യത്തിലെ വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ എന്നിവ തമ്മിലുള്ള ചതുഷ്കോണ ദോഷങ്ങൾ വളർച്ചയും വികാസത്തിൻ്റെയും പാതയിൽ ചില പിരിമുറുക്കങ്ങളും വെല്ലുവിളികളും അനിവാര്യമായ ക്രമീകരണങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ജ്യോതിഷത്തിൽ ചതുഷ്കോണ ദോഷങ്ങൾ സാധാരണയായി സംഘർഷങ്ങളെയും പരിഹാരം ആവശ്യമുള്ള സാഹചര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ഉത്തരം നക്ഷത്രക്കാരുടെ ഈ മാസഫലം നോക്കുമ്പോൾ തൊഴിൽപരമായി ഈ വർഷം പുതിയ അവസരങ്ങളും സാഹസികതകളും നിറഞ്ഞതായിരിക്കും.
കാര്യങ്ങളിൽ വിജയം നേടുകയും തൊഴിൽ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവ നിങ്ങളെ കൂടുതൽ ശക്തരാക്കും. ക്ഷമയും ആത്മവിശ്വാസവും നല്ല മനോഭാവവും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയ ഉയരങ്ങളിലെത്താനും സഹായിക്കും. ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മൊത്തത്തിൽ ഇത് നിങ്ങളുടെ കരിയറിനെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്ന സുപ്രധാന പരിവർത്തന കാലഘട്ടമാണ്. തൊഴിൽ മേഖലയിൽ അച്ചടക്കം വളരെ അത്യാവശ്യവുമാണ്. ചിങ്ങക്കൂറുകാർക്ക് ഉത്രം 1-ാം പാദത്തിലുള്ള മെയ് 25 വരെ കണ്ടകശനി തുടരുന്നുണ്ടെങ്കിലും ജൂൺ മുതൽ വ്യാഴൻ, രാഹു, കേതു എന്നിവയുടെ മാറ്റങ്ങൾ നല്ല ഫലങ്ങൾ നൽകും. തൊഴിൽ രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ്സിലും സഹകരണ പദ്ധതികളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കാലയളവ് അനുകൂലമാണ്. പ്രൊഫഷണൽ വളർച്ചയ്ക്കും അംഗീകാരത്തിന് ഇത് നല്ല സമയമാണ്. രാഹുവിൻ്റെ സ്വാധീനം എതിർപ്പുകളോ തെറ്റുകളോ ആരോപണങ്ങളോ നേരിടേണ്ടി വരും. അതിനാൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കന്നിക്കൂറുകാർക്ക് ഉത്രം 2, 3, 4 പാദങ്ങൾ. ശനിയുടെ 6-ാം ഭാവത്തിലെ സാന്നിധ്യം അച്ചടക്കവും ചിട്ടയായ സമീപനവും നൽകുന്നുണ്ട്. ഇത് കഠിനാധ്വാനത്തെയും വെല്ലുവിളികളെയും ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെയും പിന്തുണയ്ക്കുന്നു. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അംഗീകാരം ലഭിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും പുതിയ കഴിവുകൾ വികസിപ്പിക്കാനും ഇത് മികച്ച സമയവുമാണ്. ഈ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ 10-ാം ഭാവത്തിലേക്കുള്ള മാറ്റം തൊഴിൽ വിജയവും നേതൃത്വ ഗുണങ്ങളും പുരോഗതിയും കൊണ്ടുവരും. റിയൽ എസ്റ്റേറ്റ്, അസിസ്റ്റന്റ് മാനേജ്മെന്റ്, കൺസൾട്ടിംഗ് പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ലഭിക്കും. സ്ഥാനക്കയറ്റങ്ങൾ, സ്ഥാനമാറ്റങ്ങൾ, പുതിയ തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായി ഈ വർഷം സ്ഥിരതയും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും. കേതുവിൻ്റെ സ്വാധീനം ഹ്രസ്വകാല ലാഭങ്ങളെക്കാൾ സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ഭാവിക്കുള്ള അടിത്തറയിടുന്ന ദീർഘകാല ആസൂത്രണത്തിന് ഊന്നൽ നൽകുന്നു. ദീർഘകാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ആശ്വാസവും സംതൃപ്തിയും നൽകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ വർഷം ഒരു സുവർണ അവസരം ലഭിക്കും. മികച്ച തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ ശക്തിപ്പെടുത്തും. ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ സാമ്പത്തികമായ അനുകൂല തുടക്കം പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ സംരംഭങ്ങളിലൂടെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ഭൂമി, വീട്, വാഹനം തുടങ്ങിയ ആസ്തികളിൽ നിക്ഷേപിക്കാൻ ഇത് നല്ല സമയമാണ്. കന്നിക്കൂറുകാർക്ക് ശനിയുടെ അച്ചടക്കമുള്ള സാന്നിധ്യം സ്ഥിരമായ വരുമാനത്തെ പിന്തുണയ്ക്കുന്നു. ഇത് ചിലവുകൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ സമ്പാദ്യത്തിലും ചിലവിലും വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റം വരുമാനം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ചെയ്യും, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, മാനേജ്മെൻറ്റ്, കൺസൾട്ടിംഗ് സംരംഭങ്ങളിൽ. ആരോഗ്യം നോക്കുമ്പോൾ ഈ വർഷം ആരോഗ്യകാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. മാസത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇത് ഊർജ്ജസ്വലരും സജീവവുമായി തുടരാൻ സഹായിക്കും. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. അല്ലാത്ത പക്ഷം വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. നല്ല ആരോഗ്യത്തിനായി ആവശ്യത്തിന് വിശ്രമവും പോഷകസമൃദ്ധമായ ഭക്ഷണവും പതിവ് വ്യായാമം എന്നിവ മുൻഗണന നൽകുക. മാസം മുഴുവൻ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് സന്തുലിതവും ആരോഗ്യകരവുമായ ജീവിതശൈലി നിലനിർത്താൻ സഹായിക്കും. ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യവും സന്തുലിതവുമായ ജീവിതശൈലി നിലനിർത്തുന്നത് അത്യപ്രധാനവുമാണ്. കന്നിക്കൂറുകാർക്ക് ആരോഗ്യം പൊതുവെ നന്നായിരിക്കും, പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. ശനിയുടെ 6-ാം ഭാവത്തിലെ സാന്നിധ്യം പ്രതിരോധശേഷി, ധൈര്യം, ശാരീരിക ശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു. സന്തുലിതമായ ഭക്ഷണക്രമം, പതിവ് വ്യായാമം, ചിട്ടയായ ദിനചര്യ എന്നിവ ഉൾപ്പെടെ അച്ചടക്കമുള്ളതും സജീവമായ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് മികച്ച സമയമാണ്. കേതുവിൻ്റെ 12-ാം ഭാവത്തിലുള്ള സഞ്ചാരം വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ കേതുവിൻ്റെ സ്വാധീനം ഭയങ്ങളെയും സംശയങ്ങളെയും വർദ്ധിപ്പിക്കുന്നത് കാരണം ചില മാനസിക സമ്മർദ്ദങ്ങളോ വൈകാരിക വെല്ലുവിളികളോ ഉണ്ടാകാനിടയുണ്ട്. കുടുംബവും പ്രണയ പശ്ചാത്തലം നോക്കുമ്പോൾ ഈ മാസം നിങ്ങളുടെ ബന്ധങ്ങളിൽ പുതുമയും ഉത്സാഹവും ദൃശ്യമാകും. നിങ്ങളുടെ പ്രണയ ജീവിതം തൃപ്തികരമായിരിക്കും. എന്നാൽ മാസത്തിൻ്റെ മധ്യത്തിൽ ചില വൈകാരികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് സുഹൃത്തുക്കളോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം, അഭ്യുദയകാംക്ഷകളോടൊപ്പമുള്ള നല്ല ബന്ധം നിലനിർത്തേണ്ടത് പ്രധാനവുമാണ്. ബന്ധങ്ങളിൽ പ്രതീക്ഷകൾ സന്തുലിതമാക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. വർഷം പുരോഗമിക്കുമ്പോൾ ബന്ധങ്ങളിൽ പോസിറ്റിവിറ്റിയും വിശ്വാസവും വർദ്ധിക്കും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പുരോഗതിയും ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. ബന്ധങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും കൊണ്ടുവരാൻ ശരിയായ നടപടികൾ കൈക്കൊള്ളേണ്ട സമയവുമാണ്. വിദ്യാഭ്യാസം നോക്കുമ്പോൾ ഉത്തരനാളുകാർക്ക് വിജയകരമായ വർഷമാണ്. ചിങ്ങക്കൂറുകാർക്ക് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഫലങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ, ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ നൈപുണ്യ വികസനം എന്നിവയിൽ തയ്യാറെടുക്കുന്നവർക്ക് നല്ല വർഷമാണ്. ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനം ശ്രദ്ധ, നിശ്ചയദാർഢ്യം, അച്ചടക്കം എന്നിവ നൽകുന്നുണ്ട്. പ്രശസ്ത സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ നേടാനോ സ്ഥിരമായ പരിശ്രമങ്ങളിലൂടെ വിജയം നേടാനും കഴിയും. മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ 11-ാം ഭാവത്തിലേക്കുള്ള മാറ്റം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കൂടുതൽ പിന്തുണ നൽകുന്നുണ്ട്. കന്നിക്കൂറുകാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ മാസമാണ്. മത്സര പരീക്ഷകൾ, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ശനി ശ്രദ്ധയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രവേശന പരീക്ഷകളിലോ
പ്രശസ്ത സ്ഥാപനങ്ങളിലോ സ്ഥിരമായ പരിശ്രമങ്ങളുടെ വിജയം നേടാൻ കഴിയും. ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ മാസം തിരിച്ചുള്ള ഫലം നോക്കുമ്പോൾ മാസം ആരംഭത്തിൽ വ്യാഴം മിഥുനം രാശിയിലേക്ക് മകര നക്ഷത്രത്തിലുമാണ്. മെയ് 29 വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ടെങ്കിലും ജൂൺ 9 കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത്. ഈ മാറ്റം സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും പുതിയ ഊർജ്ജം കൊണ്ടുവരും. ജൂൺ 6 ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആശയവിനിമയത്തിനും ബുദ്ധിപരമായ കാര്യങ്ങളിലും വ്യക്തത നൽകും. ജൂൺ 8 വരെ ബുധന് മൗഢ്യമാണ്. ഈ കാലയളവിൽ ഉത്തര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ശ്രദ്ധിക്കുക. ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി ആസൂത്രണം നടത്തുകയും ചെയ്യേണ്ടത് പ്രധാനവുമാണ്. മാസത്തിൻ്റെ മധ്യത്തിൽ കൂടുതൽ തീവ്രമായ ഗ്രഹസ്വാധീനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ജൂൺ 9 വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് വളർച്ചയ്ക്കും അവസരങ്ങൾക്കും പുതിയ പാത തുറക്കും. എന്നിരുന്നാലും ജൂൺ 15 വ്യാഴം കർക്കിടകത്തിൽ ശനിയുമായി ചതുഷ്കോണ ദോഷം രൂപപ്പെടുന്നത് വളർച്ചയുടെ പാതയിൽ ചില പിരിമുറുക്കങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് അച്ചടക്കവും യാഥാർത്ഥ്യബോധവും നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ജൂൺ 18 വ്യാഴം നെറ്റ്യൂണുമായി ചതുഷ്കോണ ദോഷം രൂപീകരിക്കുന്നത് ആശയക്കുഴപ്പങ്ങളോ ആദർശങ്ങളിലെ വ്യക്തതയില്ലായ്കയോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ ബന്ധങ്ങളിൽ വൈകാരികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. മാസാവസാനം കൂടുതൽ സ്ഥിരതയും പുരോഗതിയും കൊണ്ടുവരും. ജൂൺ 22 ബുധൻ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നത് കുടുംബപരമായ കാര്യങ്ങളിലും വൈകാരികമായ ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ സഹായിക്കും. ജൂൺ 25 കറുത്തഭാവം സംഭവിക്കുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾക്കും ആന്തരിക മാറ്റങ്ങൾക്കും വഴിയൊരുക്കും. ഈ സമയത്ത് മുൻപ് നേരിട്ട വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താനും പുതിയ പദ്ധതികൾക്ക് തുടക്കമിടാനും കഴിയും. ജൂൺ 24 വ്യാഴം കർക്കിടകത്തിൽ വരുന്നത് വ്യാഴത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ശുഭകരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങൾ, ദീർഘകാല നിക്ഷേപങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും ഇത് അനുകൂലമായ സമയവുമാണ്. ദോഷപരിഹാരങ്ങളായി നോക്കുമ്പോൾ സൂര്യഭഗവാനെ ആരാധിക്കുക. ഉത്തര നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനായതിനാൽ സൂര്യഭഗവാനെ ആരാധിക്കുന്നത് വളരെ ഫലപ്രദമാണ്. സൂര്യശാന്തി ഹോമം നടത്തുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഗായത്രി മന്ത്രം ജപിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. മൃത്യുഞ്ജയ ഹോമം പൊതുവായ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യപരമായ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും മൃത്യുഞ്ജയ ഹോമം ഉത്തമമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് സൂര്യനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഞായറാഴ്ച, നല്ല ഫലങ്ങൾ നൽകും. ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യശാന്തി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. ദിവസവും സൂര്യമന്ത്രം ജപിക്കുന്നതും സൂര്യനാരായണ പ്രാർത്ഥന നടത്തുന്നതും നല്ല ഫലങ്ങൾ നൽകും. കന്നിക്കൂറുകാർക്ക് ബുധശാന്തി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. ദിവസവും ബുധമന്ത്രം ജപിക്കുന്നതും ബുധനുമായി ബന്ധപ്പെട്ട വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്. ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം ലഘൂകരിക്കാൻ ശനി സ്തോത്രങ്ങൾ ജപിക്കുകയോ ശനി മന്ത്രങ്ങൾ ദിവസവും അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ജപിക്കുകയോ ചെയ്യുക. ശനീശ്വരന് എണ്ണ അഭിഷേകം നടത്തുന്നതും ഹനുമാന് അഭിഷേകം നടത്തുന്നതും നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. 2025 ജൂൺ മാസം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളർച്ചയ്ക്കും പരിവർത്തനങ്ങൾക്കും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, പ്രണയം, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാ മേഖലകളിലും പുതിയ അവസരങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ഈ മാസം ചില വെല്ലുവിളികളും വൈകാരികമായ ഏറ്റക്കുറച്ചിലുകളും നേരിടേണ്ടി വരും. ഉത്തര നക്ഷത്രക്കാരുടെ സഹജമായ അച്ചടക്കം, കഠിനാധ്വാനം, ആത്മവിശ്വാസം എന്നിവ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘകാല ആസൂത്രണത്തിൽ ശ്രദ്ധാപൂർവമായ നിക്ഷേപങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് സ്ഥിരതയും സാമർഥ്യവും ഉറപ്പാക്കാം. നിർദ്ദേശിക്കപ്പെട്ട ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം കുറയ്ക്കാനും അനുകൂല ഫലങ്ങൾ നൽകാനും സഹായിക്കും. ഈ മാസത്തെ ഗ്രഹസ്ഥിതിയെയും അതിൻ്റെ സ്വാധീനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി വിവേകത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നത് ഉത്തര നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസം വിജയവും സംതൃപ്തവുമാക്കാൻ സഹായിക്കും.